ഹലോ, യെസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി കോണ്ടന്റ് കൊണ്ടാണ്. കേട്ടോ, വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരുടെ ലൈഫിൽ ഇത് അനുഭവിക്കുന്നവരുണ്ടാവും, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും, അനുഭവിച്ചവരുണ്ടാവും, അനുഭവിക്കാൻ പോകുന്നവരുണ്ടാവും. സോ ടുഡേ ഐ എം ഗോണ ടോക്ക് അബൌട്ട് വാട്ട് ഈസ് ടോക്സിറ്റി. സോ വാട്ട് ഈസ് ടോക്സിറ്റി? യെസ്, എന്താണ് ടോക്സിറ്റി? ടോക്സിറ്റി എന്ന് പറഞ്ഞാൽ കുറെ ഏരിയയിൽ ഉണ്ടല്ലേ. ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടാവും, ടോക്സിക് പാരന്റിംഗ് ഉണ്ടാവും, ടോക്സിക് കൊളീഗ്സ് ഉണ്ടാവും, ടോക്സിക് ടീച്ചിങ്ങും ഉണ്ടാവും. യെസ്, ടീച്ചേഴ്സ് ഉണ്ടെന്നേ ഉള്ളതാ, എല്ലാവർക്കും അറിയാലോ. സോ നമ്മുടെ ലൈഫില് നമുക്കിഷ്ടമുള്ള കാര്യങ്ങള് ചെയ്യണ്ട എന്ന് പറഞ്ഞ് റെസ്ട്രിക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ടോക്സിസിറ്റി അല്ലെങ്കിൽ ടോക്സിക് പീപ്പിൾ എന്ന് നമ്മൾ പറയുന്നത്. അതെ, നമ്മുടെ ലൈഫില് രണ്ടാൾക്കാരാണ് വരുന്നത്. ഒന്ന്, നമ്മുടെ നല്ലതിന് വേണ്ടി വേണ്ടടി ഇത് ചെയ്താ നിനക്ക് പടയിട്ടാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ നമുക്ക് വേണ്ടി നല്ലത് വേണ്ടി ചിന്തിക്കുന്ന ആൾക്കാരാണ് ഫസ്റ്റ് കാറ്റഗറി ഓഫ് ആൾക്കാർ. അപ്പൊ അവരെ നമുക്ക് ടോക്സിക് എന്ന് പറയാൻ പറ്റില്ല. സെക്കൻഡ് വൺ, ഇതിനേക്കാളും മികച്ച ആൾക്കാരുണ്ട്. ഇതിൽ അവള് പോയാ അവൾ എന്നെക്കാളും മുകളിലെത്താൻ ചാൻസ്, അതുകൊണ്ട് വേണ്ട. അല്ലെങ്കിൽ എന്നെക്കാളും ഫേമസ് ആയി പോയാലോ, വേണ്ട. അങ്ങനെ പറഞ്ഞ് നമ്മളെ നീ എന്തിനാ അതിടുന്നേ, എന്തിനാ അവിടെ പോകുന്നത്, നീ എന്തിനാ അവളുടെ കമ്പനി കൂടുന്നത്, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇങ്ങനെ കുറെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഐ ആം ഡാം ഷുവർ മൂഞ്ചാന വേഗം പറഞ്ഞു കേട്ടോ. സോ ഒറ്റ ലൈഫേ ഉള്ളൂ. ഈ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ആൾക്കാർ അധികം നമ്മുടെ ലൈഫിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അത് വിക്കാലത്ത് സെക്കൻഡ് കാറ്റഗറി ഓഫ് ആൾക്കാരാണ് കൂടുതൽ ഉണ്ടാവുക. അവരെയൊക്കെ നോക്കിയും കണ്ടും ജീവിച്ചാ അവിടെ ഇരിക്കാനേ ചാൻസ് ഉള്ളൂ. അത് സെക്കൻഡ് ടൈപ്പ് ഓഫ് ആൾക്കാരെ വേഗം അങ്ങ് പറഞ്ഞു വിട്ടോളാ, പോയിക്കോട്ടെ, അവരെവിടെങ്കിലും പോയി ടോക്സിറ്റി കാണിച്ചങ്ങ് ചിരിക്കട്ടെ.